അല്ലയാ, നീ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് വയ്യ തല്ലുള്ള. ചിലരൊക്കെ എങ്ങനെയെങ്കിലും തല്ലുകൊണ്ടാൽ മതി എന്ന് പറഞ്ഞ് നടക്കുക. എൻ്റെ പൊന്നളിയാ എന്നെ വിട്ടേക്ക്. ഇടേ അതൊക്കെ ഒരു കഴിവാണ്. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഷെഫിനോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ അടിക്കരുതെന്ന് ബോൾ. എനിക്കൊന്നും വയ്യ, വേണമെങ്കിൽ പോയി എടുക്ക്. ആ ആറ്റിങ്ങില് പാസ്റ്റർമാരെ തല്ലേ കേസിൽ ഒരുത്തനുണ്ടായിരുന്നല്ലോ. ആര്? അവൻ ഇവിടെ കറങ്ങി നടത്തുന്നതാണെന്നാണല്ലോ കേട്ടത്. ആ എനിക്കറിയില്ല. ഈ പത്രത്തിലൊക്കെ വന്നില്ലേ? ആര് നോക്കേ കാണുന്നേ ഇവരൊക്കെ കൊണ്ടു നടക്കുന്നത് ഇന്നലെ കിട്ടിയതൊന്നും പോരെ. എനിക്ക് പോരാ വിഷം വിഷം. എത്ര നാളായിട്ട് വിളിക്കുന്നതാണ് നിന്നെ? ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നല്ലോ. എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ ദാസാ. എന്താ ആട്ടുപച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഇറങ്ങുകയാണ്. പുതിയ താളമാണ് ഇത്. ഇല്ല, ഞാൻ ഒരു സുഹൃത്തിനെ കാണാൻ വന്നു. മതി. ഇതിന്റെയൊക്കെ പല ആവശ്യമുണ്ടോ? മനുഷ്യന് ഭക്ഷണം കഴിക്കാനും പറ്റില്ല. മറ്റേ കേസ് പറഞ്ഞേ എന്ത് കേസ്? ഉള്ളിക്കറി കൊണ്ടുവന്ന നിനക്ക് കേസാ? ഒരു അടി പൊക്കണം. അതല്ല പതുക്കെ പറ. ആൾക്കാർ ഇനി കെട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് കൂടെ കെട്ടിട്ടെ. അണ്ണൻ ധൈര്യമായിട്ട് പറയും. ഇവിടെ കയറി ആരും ചെയ്യാൻ പോകുന്നില്ല. ഉറപ്പാണ്. ഒരു കാര്യം ചെയ്യും. ഇതെല്ലാം മാറി അടിച്ചില്ല. അതൊക്കെ തരാം. അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ലടാ. ഞങ്ങള് നാട്ടിൽ ഞങ്ങൾ ആറ്റിങ്ങല് ഞാനും ചിറ്റപ്പനും എല്ലാം കൂടെ പെയിന്റിന്റെ കോൺട്രാക്ട് പണിയായിരുന്നു. അപ്പോൾ ചിറ്റപ്പ കോൺട്രാക്ട് പിടിക്കും, നമ്മളെല്ലാം കൂടെ പോയി പെയിന്റ് പരിപാടി വർക്ക് ചെയ്യും. ഇടയ്ക്ക് വെച്ച് കുറച്ച് ബന്ധുക്കോസുകാർ ചിറ്റപ്പന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ പുള്ളി പ്രാർത്ഥനയായി അവരുടെ കൂടുതലും കൂടി. നമുക്ക് വർക്കും ഇല്ല, പുള്ളി പണി പിടിക്കുന്നില്ല, ഒന്നുമില്ല. ഏറ്റവും അവസാനം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര കുറച്ച് ടൈറ്റായി. ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് വയ്യാണ്ടായി. അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. അപ്പൊ പുള്ളി കുറച്ച് പൈസയൊക്കെ ഇതിനിടയ്ക്ക് വന്നു തുടങ്ങി. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോയാൽ പുള്ളി പലിശക്കൊക്കെ പൈസ കൊടുത്തു തുടങ്ങി. ഞങ്ങൾ ആ പാടെ ഈ അമ്മയുടെ അസുഖമൊക്കെ ആയിട്ട് പുള്ളിയുടെ കുറച്ച് പൈസ അതായത് പൈസയൊക്കെ പുള്ളി തന്നു സഹായിച്ചു. അതിനുശേഷം പുള്ളി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് അമ്മയും പെങ്ങളെയും കൂടെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ടു. ഞാൻ ഒരു പ്രാവശ്യം പോയി നോക്കി. എന്താ പരിപാടി എന്ന് അറിയണല്ലോ. കുറെ പ്രാവശ്യം വിളിച്ചോണ്ടിരുമ്പോ ഞാനും ഒരിക്കൽ പോയി നോക്കി. അപ്പൊ ഞാൻ പോകുമ്പോ എന്താ അവിടെ കുറച്ച് പാസ്റ്റർമാരൊക്കെ വന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അവരൊക്കെ മാറുമ്പോ വേറൊരാൾ വന്ന് കുറെ പ്രസംഗിക്കും. അപ്പൊ ഒരാൾ വന്ന് പ്രസംഗിക്കാണ് ഈ ഗണേശോത്സവം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ ഒരു ആരാധനയുണ്ടോ, ആ രീതിയിലൊക്കെ സംസാരിച്ചത്. നമുക്കത് സഹിക്കില്ലല്ലോ. അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അടുത്ത പ്രാവശ്യം തന്നെ നമ്മുടെ കുറച്ച് പയ്യന്മാരെ വിളിച്ചോണ്ടായി അവരൊക്കെ ഒരു ചാമ്പങ്ങ് ചാമ്പി. അല്ല തന്നെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടേക്ക് ഈ പള്ളിയിലേക്ക് അച്ഛന്മാര് അവരുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പിള്ളേരെ കൊണ്ട് ഈശ്വര പ്രാർത്ഥന എഴുതിക്കുക, വേദപുസ്തകം വായിപ്പിക്കുക, എന്തൊക്കെ കലാപരിപാടികളാ ഇവിടെ. നമ്മുടെ സ്കൂളിൽ നമ്മളും കുറെ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്കും വരെ അഡ്മിഷൻ എടുക്കാൻ പോവാം ഒരു കാര്യമില്ല. അവിടെ എല്ലാവർക്കും ഒന്ന് കൊടുത്തായിരുന്നു. എല്ലാവർക്കും ഞാൻ നമ്മുടെ കൂട്ടത്തിൽ വന്ന കുറെ പയ്യന്മാര് ഈ പാസ്മാരെ നോക്കി വെച്ചേക്കായിരുന്നു. ആമാര് കയറി അങ്ങ് നേരെ. പിന്നെ പിടിച്ചു മാറ്റാൻ വന്ന കുറച്ചു പേരെ ഞാനങ്ങ് കൈകാര്യം ചെയ്തു. പിന്നെ ചിറ്റപ്പന്റെ കേസ് ഞാൻ വളരെ കൃത്യമായി ഡീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിടാൻ പറ്റൂലല്ലോ, നമ്മളെ കുറെ വട്ടം ചുറ്റിച്ചല്ലേ. അവിടെ ഈ കിളികൾക്ക് കിളിയാ പെൺപിള്ളേര്. അതാണ് നിന്റെ വിഷയം. കൊള്ളാം.
സ്ത്രീയാണ് അപ്പൊ നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറ. അതെ, നമ്മുടെ ഒരു ചെയ്യുന്നുണ്ട്, നമ്മളവനെ ആറ്റിങ്ങൽ മണിയൻ എന്നാ വിളിക്കാറ്. അവന് നിന്നെ പോലെ തന്നെ ഈ സ്ത്രീ വിഷയത്തിൽ വല്ലാത്ത താല്പര്യമാണ്. ഈ അടുത്ത് കോഴിക്കോട് ചുമ്മന സമരം നടന്നല്ലോ. അവിടെ പോയിരുന്നു. അവിടെ നമ്മളൊരു ചെറിയ കൈപ്പിടി നടത്താനായിട്ട് പോയിരുന്നു. അവിടെ ചെന്നപ്പോ ഇവനും ഉണ്ടായിരുന്നു കൂട്ടത്തില്, ഈ മണിയൻ. മണിയൻ നമ്മളെ പോലെ ഒന്നുമല്ല, ആള് ചില ചെത്ത് വേഷത്തിലൊക്കെയാണ്. നമ്മൾ കണ്ടതല്ല ആൾക്കാർക്ക് പുച്ഛം. മണിയനെ കണ്ട ആർക്കും ഒരു കുഴപ്പമില്ല. മണിയന്റെ ലക്ഷ്യം വേറെയായിരുന്നു. അവൻ ഈ ചുംബന സമരത്തിലെ സംഘാടകരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് 1-2 കെട്ടിപ്പിടിയോ 2 ഉമ്മ നടക്കും നോക്കാനായിരുന്നു അവന്റെ ലക്ഷ്യം. നമ്മളവിടെ പോയി ചെറിയ രീതിയിലുള്ള കൈക്രിയെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മണിയൻ ഈ സംഘാടകരുടെ കൂടെ ഓടി നടക്കുകയാണ്, വല്ല നടക്കുമെന്ന് അറിയാനായിട്ട്. കുറെ നേരം നടന്നു, അവനൊന്നും നടന്നുമില്ല. ഏറ്റവും അവസാനം സംഘാടകർ തമ്മിൽ കെട്ടിപ്പിടിച്ച് 2 ഉമ്മയെ കൊടുത്ത് അവനങ്ങ് പിരിഞ്ഞ്. യവനാകപ്പാടെ വയലന്റായി. യവൻ കണ്ണി കണ്ടവരൊക്കെ കയറിയൊക്കെ ചാമ്പി 4 ഇടിയൊക്കെ ഇടിച്ച്. അതാ നിങ്ങൾ രാത്രി TV കണ്ടില്ലേ, ഒരേ അലമുണ്ടാക്കി. അവനായിരുന്നു നമ്മുടെ മണിയൻ. ഇപ്പൊ പറഞ്ഞു തന്നത്, നീയാണ് ഈ ഏരിയയിലെ മണിയൻ. മണിയാ കളി, മണിയാ കളി. സുഹൃത്ത് അകത്തിരിക്കാം. വരൂ, ഇതാ നമ്മുടെ മഴ വന്നിട്ട് ഇവിടെ വരുന്നവരൊക്കെ നമ്മൾ നിർത്തി വിടാറുള്ളൂ. കേരള കളിക്കുന്നു. ഈ ഉമ്മ സമരത്തിലെ ഉമ്മയല്ലാതെ വേറെ എന്തായിരുന്നു ഉഭവം? മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എനിക്ക് മനസ്സിലായതോട് നിങ്ങളിപ്പോൾ പുറത്ത് നിന്ന് പ്രസംഗിച്ചല്ലോ ഭയങ്കരമായ പ്രസക്തിയെ കുറിച്ചൊക്കെ. മറിച്ച് കഷ്ടപ്പെടുത്താതെ നിങ്ങൾ പറ, പ്രസക്തി ഒന്ന് കാര്യം. അത് തന്നെയാണല്ലോ അല്ലേ ഒരു ആശയസമരം. അതായത് ഈ ന്യൂജൻ പിള്ളേർക്ക് ഉമ്മ വെച്ച് കളിക്കാൻ സൗകര്യം കൊടുക്കണം. അവകാശത്തിന് വേണ്ടിയുള്ള സമരം ഒന്നും അല്ല. പിന്നെ ഭാര്യയും കുട്ടി കൊടുക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ പറ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിസ് ഓഫ് ലവ് അത് ഉയർന്നു വരാൻ കാര്യം ഇവിടെ കുറെ എന്താ പറയുക സാധാരണ പോട്ടെ, അതെല്ലാം പോട്ടെ. നിങ്ങളിപ്പോൾ ഈ പ്രശ്നമെല്ലാം പറഞ്ഞല്ലോ, ഭാര്യയെ കൂട്ടി കൊടുക്കുന്ന കാര്യം. ഈ പല സംസ്ഥാനങ്ങളിലായിട്ട് 100 കണക്കിന് പേര് നേതാക്കന്മാരൊന്നും ഇല്ലാതെ പങ്കെടുത്ത ഒരു സമരം, 1000കണക്കിന് പേര് അനുഭാവികളായിട്ടുള്ള ഒരു സമരം. അവരുടെയൊക്കെ ജീവിതത്തിൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനാ സമരം ആവുക. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളും ഓരോരുത്തരായിട്ട് വിളിച്ച് വിശദമായ ചോദ്യം ചെയ്യലും വിധമാക്കി പറയാം. ഈ സമരത്തിന്റെ അറ്റം അല്ലെങ്കിൽ ഈ റാക്കറ്റിന്റെ അറ്റം, സോറി, അത് എവിടം വരെ ഇതിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ. ഈ സമരമല്ല, ഇതിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ. ഈ സമരത്തെ ഇഷ്ടമില്ലാത്തവർക്ക് കിസോഫ്ലോക്കാരെല്ലാം വാണിപ്പക്കാരാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്രേരിപ്പിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയല്ലേ ഇല്ല പറയട്ടെ സുഹൃത്തെ. ഈ എന്താ പറയുക, നമ്മുടെ കിസോഫ്ലോവിലെ വാണിപ്പക്കാർ, ഈ വാണിപ്പക്കാര് എന്താ പറയുക അകത്തായിട്ടുണ്ട്. അതിനെതിരെ പരാതി കൊടുത്തവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അനുഭവങ്ങൾ തന്നെയാണ്. മനസ്സിലാക്കി, കിസോഫ്ലോവിന്റെ അനുഭവങ്ങളൊക്കെ തന്നെയാണ്. അവർ ആ സമയത്ത് വർഗസ്നേഹം കാണിക്കാനായിരുന്നു. നിങ്ങൾ എന്താ പറയുക പടക്കം പൊട്ടി ഈ ഞാഞ്ഞൂലുകൾ അകത്ത് പോയാൽ ഞങ്ങൾ പടക്കം പൊട്ടിക്കില്ല. നിങ്ങൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഈ സമരത്തിൽ എന്താ പറയുന്നത് മറ്റേ കൊച്ചുകുട്ടികളെ വരെ എന്തോ ചെയ്തെന്നോ. അതേ പണി ചെയ്ത് നിങ്ങളുടെ ആസാറാം ബാപ്പു കാരണം നിങ്ങള് നിങ്ങൾ ഈ ഭക്തി പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ എന്താ പറയുക ആളുകളെ മൊത്തത്തെ ചോദ്യം ചെയ്തോ ഇല്ല. കാരണം നിങ്ങളുടെ മുന്തിയ വിഗ്രഹങ്ങളൊക്കെ അതിന്റെ പുള്ളിയുടെ സംരക്ഷകൻ അതാരൊക്കെയാണെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കറിയില്ല. അപ്പൊ അതെല്ലാം പോട്ടെ, നമുക്ക് ഈ സമരത്തിലേക്ക്. ഈ സമരം എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. നിങ്ങൾക്കെല്ലാം അറിയാം ഈ സദാചാര പോലീസുകളുടെ വിളയാട്ടം കൊണ്ടുണ്ടായി വന്ന ഒരു സമരമാണ് ആണല്ലോ. അപ്പൊ ഈ സദാചാര പോലീസുകളെ നമ്മൾ അങ്ങനെ അങ്ങ് കുറ്റം പറയാം. കാരണം അവരുടെ ചിന്തയുടെ വേര് ചെന്നെത്തിയിരിക്കുന്നത് നമ്മളുടെ സമൂഹത്തിലെ ഒരു പൊതുബോധത്തിൽ ആണല്ലോ. ആ പൊതുബോധത്തെ ചോദ്യം ചെയ്യാതെ പരിഷ്കരിക്കുക, അതൊക്കെയാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം. ഈ പൊതുബോധം എന്ന് പറയുന്നത് വീട്ടുകാരറിയാതെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാതെ ഈ പിള്ളേര് വെച്ച് കളിക്കുന്നതിനാണ് അതിനെ എതിർക്കുന്നതാണ് നിങ്ങൾ ഇത്ര വലിയ പ്രശ്നം. അതാ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ ഭരണഘടന സ്ത്രീക്കും പുരുഷനും അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിൽ യാതൊരുവിധ ഏറ്റക്കുറച്ചിലുകളും. പക്ഷേ
നമ്മളുടെ സമൂഹത്തിലെ പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെയൊക്കെ പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീ വിരുദ്ധമാണ്. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അവർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കുന്നതിനുള്ള ശേഷി, അതിനെയൊക്കെ എന്താ പറയുക, അതിനെയൊക്കെ നിഷേധിക്കുന്ന ഒരു വ്യവസ്ഥിതി. ഇങ്ങനെയാണ് നിങ്ങൾ സ്ത്രീക്ക് മറ്റേ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്? ഇങ്ങനെയാണ് നിങ്ങൾ ആശയം പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയാണ് സ്ത്രീയെ ഉയർത്തുന്നത്? നിങ്ങൾ ഈ പൊതുസ്ഥലത്ത് ഉമ്മ വെക്കുന്നതിനാണോ നിങ്ങൾ ഇത്രയും എന്താ പറയുക പ്രശ്നമായിട്ട് തോന്നുന്നത്? അത് ശരി. അപ്പൊ പൊതുസ്ഥലത്തിരുന്നിട്ട് ഈ ഉമ്മ വെച്ചിട്ടാണ് നിങ്ങൾ സ്ത്രീകളെ ഉയർത്തുന്നത്? അല്ല, ഈ പൊതുസ്ഥലത്തിരുന്ന ആളുകൾ എന്നാ പറഞ്ഞ മൂത്രം ഒഴിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, വെള്ളം അടിക്കുന്നുണ്ട്. അത്ര ഹാനികരമാണോ ഇവരിരുന്ന് ഈ ഉമ്മ വെച്ചു ഇഷ്ടപ്പെടുന്നവരൊന്നും ഉമ്മ വെക്കുന്നത്? ഈ പറഞ്ഞതോ ശിക്ഷാർഹമായ തെറ്റുകൾ തന്നെയാണ്. അത് ശരിയാണ്. ഒരു വ്യക്തിയുടെ ചെയ്തികൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാധിക്കുന്നു നോക്കട്ടെ. അത് ശരിയാണ്. ധാർമ്മികമായി നോക്കുമ്പോൾ അവിടെ ഈ പൊതുനേരത്തിലിരുന്നു മറ്റൊരാളെ ബാധിക്കുന്ന അസക്തമായ ചോദ്യമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും മറ്റുള്ളവരുടെ മനസ്സിലായി. നിങ്ങൾ കൂടുതൽ വകുപ്പൊന്നും പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെയും ഭാര്യയൊക്കെ ഈ പരിപാടിക്ക് ഈ ചോദ്യം വരുന്ന വഴിയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഈ ചോദ്യം വരുന്ന വഴിയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. കാരണം എന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കുറിച്ചാണ് പുള്ളിക്ക് ആശങ്ക. എന്റെ അച്ഛനും അളിയനും അനിയന്മാരും ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നടന്നോട്ടെ. കാരണം എന്നാ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കപ്പെടേണ്ട ഐറ്റംസ്, ഒരു തരം എന്താ പറയുക, ഒരു ക്രയവസ്തു. പുരുഷൻ കേടുകൂടാതെ ഈ സാധനത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്യുമ്പോഴാണ് നിങ്ങൾ പറയുന്ന ഈ സദാചാരം നിലനിൽക്കുന്നത്. അല്ലേ? അല്ലേ? അല്ല, അച്ഛനും അനിയനൊക്കെ അച്ഛനും അനിയനും ഒക്കെ കാരണം ബുദ്ധിമുട്ടാണ്. യുക്തിപൂർവ്വം അതിനെ ഒന്ന് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ചിന്തകൾക്ക് ഒരല്പം കയ്യൂക്കും വെളിവേടും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സദാചാരം കൊണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കി. ഇങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട ഈ ഐറ്റം അവർക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനെ എന്താ പറയുന്നത് ഈ സമരമുഖത്ത് വെച്ച് ചുംബിക്കാന്ന് പറഞ്ഞാൽ അതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അത് ചിന്തിക്കാതിരിക്കാൻ എന്താ പ്രയാസമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ചില സമരങ്ങളോ ചില ആശയങ്ങളുണ്ട്. ഈ എന്താ പറയുക ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു. കാരണം പിന്നെ എവിടെ നിന്നാ ഈ ലവ് ജിഹാദില് പെണ്ണിന് അവർക്ക് ഇഷ്ടമുള്ള പുരുഷനെ കിട്ടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന പ്രത്യേകതരം ജിഹാദാണ്. ജിഹാദിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അതായത് ഈ പൊതുനിരത്തിൽ വെച്ചിട്ട് ഉമ്മ വെച്ചിട്ട് നിങ്ങൾ സ്ത്രീകൾ ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾ ഇങ്ങനെയാണോ ഈ സ്ത്രീകള് മറ്റേ സ്വാതന്ത്ര്യം നേടി കൊടുക്കുന്നത്? അല്ലല്ല, നിങ്ങളുടെ ഈ സേനാക്കാര് ചെയ്യുന്ന പോലെ. അതായത് ഈ ദൈവങ്ങളുടെ പേര് കുറെ സേനാക്കാരൊക്കെ ഉണ്ടല്ലോ. പെണ്ണും പശുവും എന്ത് ചെയ്യുന്നു നോക്കി നടക്കുന്ന സേനാക്കാർ പൊതുനിരത്തിൽ വെച്ച് ഉമ്മ വെച്ചിട്ടാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം നേടി കൊടുക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ആ ഉമ്മയെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. ഈ ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞു? ഇതൊക്കെ ഇവിടുത്തെ രീതികളാ, ഇതൊക്കെ ഇവിടുത്തെ സംസ്കാരമാണ്. എടോ, ഭാരതം സ്ത്രീയെ പരിഗണിക്കുന്ന പോലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ സ്ത്രീയെ ബഹുമാനിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവങ്ങളിൽ പോലും സ്ത്രീകളില്ലേ? നമ്മുടെ ദൈവങ്ങളിൽ പോലും സ്ത്രീകളില്ല. നമ്മുടെ ദൈവങ്ങൾ അല്ലെ, അതായത് ഈ അമ്പലത്തിരിക്കുന്ന ദേവി തൃപ്പൂത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പൂജിക്കാൻ എല്ലാവർക്കും പറ്റും. നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ അവസ്ഥയെങ്കിലും അശുദ്ധി, അമ്പലവും ദൈവമൊക്കെ ദൂരെ അശുദ്ധിയൊക്കെ ഇവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ അങ്ങ് വിശ്വസിച്ചോ? എന്ന് വെച്ചിട്ട് നമ്മൾ സ്ത്രീയെ എന്താ പറയുക കെട്ടിപ്പൂട്ടിയിട്ടേക്കൊന്നല്ലോ, തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതായത് മാതൃത്വം, കർത്തൃത്വം, നേതൃത്വം ഇതിലൊക്കെ ശോഭിച്ചിട്ടാണ്. മനസ്സിലായി? ഭാരതത്തിലെ സ്ത്രീകൾ മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ തലയുർത്തി പിടിച്ചേ നിൽക്കേണ്ടത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളോട് കടന്നുപോയിട്ടാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അവിടെ ഇവിടെ മോർപ്പിച്ചിട്ട് ഉമ്മാക്കിയതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ ഉയർച്ച നിങ്ങൾ ഈ 3 കാര്യങ്ങളായിട്ട് പരുവപ്പെടുത്തി വെച്ചേക്കും. അതിന് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണിക്കും. സാധാരണ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല, നിങ്ങൾ വീട്ടിൽ പോകും. ഞാൻ പിടിച്ചിരുത്തുന്നു. നമുക്ക് സംസാരിക്കാം, നമുക്ക് സംസ്കാരത്തെ കുറിച്ച് തന്നെ സംസാരിക്കാം. മനസ്സിലായി? ഇവിടെ താലിബാനെ അറിയാമല്ലോ. അതായത് ഈ സ്ത്രീകള് കണ്ണു മാത്രമേ പുറത്ത് കാണിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് തലയെത്തിയായാലും ആ നിയമം നടപ്പിലാക്കുന്ന താലിബാനുണ്ട്. സ്ത്രീകള് ഇലക്ഷനിലൊന്നും മത്സരിക്കുന്നത് എന്ന് പറയുന്ന മോദി നേതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീകള് രാത്രി സഞ്ചരിക്കരുത്, അവള് എന്താ പറയുന്നത് ഈ പുരുഷനോടൊപ്പം പൊതുവേദിയിൽ ഇരിക്കരുത് എന്ന് പറയുന്ന സന്യാസി സംഘം. എന്നാ രണ്ടും ഒരുപോലെ. ഇപ്പം നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ താത്രിമാരെ മാത്രം സ്മാർത്ഥ വിചാരം ചെയ്തത് ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഈ മുലക്കരം ചുമത്തിയത് അതൊക്കെ ഇവിടെ തന്നെയായിരുന്നു. പുരുഷൻ ഇരുന്ന് സകലയിടത്ത് ഈ നിയമങ്ങൾ എഴുതും. എന്നിട്ട് അതുവഴി പെണ്ണുങ്ങൾക്ക് തൃപ്തായ ദൈവം പൂജിക്കാനായിട്ട് സമാന അവസ്ഥയിലുള്ള പെണ്ണുങ്ങൾക്ക് പറ്റാത്തത് പുരുഷനെ എഴുതിയുണ്ടാക്കി ഈ പുരുഷന്മാരൊക്കെ കൂടിച്ചേർന്ന് ചുറ്റോറ് എഴുതുന്നുണ്ട്. ഈ സംസ്കാരങ്ങളുടെ എഴുതിയുണ്ടാക്കി മതനിയമം മനസ്സിലായോ? മതനിയമം
എന്നിട്ട് അത് സകല വീടുകളിലും ഇങ്ങനെ ആചരിച്ച് ആ പ്രദേശങ്ങളിലെ സംസ്കാരം അങ്ങോട്ട് രൂപപ്പെട്ടു വരും ആണല്ലോ. ഇങ്ങനെയാണോ സംസ്കാരം രൂപപ്പെടേണ്ടത്? അങ്ങനെ ഉള്ളിടത്താണ് ഈ പുരുഷ മേധാവിത്വവും പറഞ്ഞ സ്ത്രീ വിരുദ്ധവും ഒക്കെ വന്നത്. ഈ സംസ്കാരം എന്ന് പറയുമ്പോൾ അത് പുരോഗമനപരമായിട്ട് മുന്നേറണം. ഇപ്പൊ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മാറമറക്കൽ സമരം നടന്നു, മറ്റേ അയ്യാവൈകുന്നേരമാണ് നയിച്ചത്. യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വില്ലുവണ്ടി സമരം നടന്നു, അയ്യങ്കാളി നയിച്ചത്. ഇതൊക്കെ അന്നത്തെ മതസംസ്കാരത്തിന് തീർത്തുവരുതായി മനസ്സിലായി. ഈ നാട്ടും പ്രദേശത്ത് നമ്മുടെ പപ്പനാവിന്റെ ദാസന്മാരുടെ ചില കിരാത നിയമങ്ങളൊക്കെ മാറിയെങ്ങനെ നിങ്ങൾ അതൊക്കെ ആലോചിക്കണം. ഇപ്പോഴും നിങ്ങളുടെ ഈ സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ എന്നൊക്കെ കരുതുന്ന ഈ ശങ്കരാചാര്യ പടങ്ങളൊക്കെ ഉണ്ട്. പുരി ശങ്കരാചാര്യം കഴിഞ്ഞ വർഷം പറഞ്ഞല്ല ദളിതനെ ഒന്നും അമ്പലത്തിൽ കയറ്റേണ്ട കാര്യം. നിങ്ങളിപ്പോ ഈ പറഞ്ഞതൊക്കെ ഇവിടെ നിലനിന്നിരുന്ന ദുരാചാരങ്ങളാണ്. ഓഹോ, അതൊക്കെ എപ്പോഴാ ദുരാചാരം? ഞാൻ പറഞ്ഞു വരുന്നത് കൊറേയൊക്കെ ഇവിടത്തെ ഈ എന്താ പറയാ ഈ അടിമത്ത മനോഭാവം നിങ്ങൾ എന്താ മനുഷ്യർ പറഞ്ഞു വരുന്നത്? എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ കാലം കൊണ്ട് ഇത്രയും കാലം കൊണ്ട് നിങ്ങളായിട്ട് അവരിൽ അടിച്ചേൽപ്പിച്ച ഈ എന്താ പറഞ്ഞ ഈ അപകർഷതാബോധം ഉണ്ടല്ലോ, ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളിലേക്ക് ഈ അടിമത്ത മനോഭാവം അവരുടെ DNA ഉൽപ്പത്തി തൊട്ടേ കയറി വന്നതാണ്. നിങ്ങൾ ഈ വിദേശ ഏജന്റുമാരുടെ ചരിത്രരേഖകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ സംസ്കാരത്തെ അളക്കാൻ പറ്റും. ഈ പറഞ്ഞ അടിമത്തവും കുഴപ്പങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഏറ്റവും കുറവ് അത് മാറി ഇവിടെ എല്ലാവരും യത്നിച്ചിട്ടുണ്ട്, മനസ്സിലായി. പക്ഷെ അതൊക്കെ നമ്മുടെ ദേശീയതയിൽ ഊന്നിയ നവോത്ഥാനമായിരുന്നു, മനസ്സിലായി. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും കണക്കിലെടുക്കാതെ ഒരു മുന്നേറ്റവും കച്ചവടമില്ല, മനസ്സിലായോ? എന്താ പറയുക, നമ്മുടെ ഈ രാഷ്ട്രപിതാവിന്റെ കാര്യം തന്നെ എടുക്കാം. ഈ നിങ്ങളുടെ ഈ പാരമ്പര്യവും സംസ്കാരമൊക്കെ കൊണ്ടാണോ ഈ രാഷ്ട്രപിതാവിനെ വെടിവെച്ചിട്ട്? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിന്ദു മഹാസഭയ്ക്ക് വീരൻ രാഷ്ട്രപിതാവാണോ? നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ആർഷഭാരതക്കാരുടെ അനുഗ്രഹവും സമ്മതവും ഒക്കെ മേടിച്ചോണ്ട് ഇവിടെ ഈ പുരോഗമന ചിന്തകൾ വ്യാപിക്കുമെന്നൊക്കെ വിചാരിക്കുന്നത് അതൊരു വ്യാമോഹം, മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഈ ദുരാചാരം അതൊക്കെ ഒഴിവായി ഒരു ലോക മാനവ സംസ്കാരം വേണമെങ്കിൽ ഈ രാജ്യമോ വംശമോ ഒക്കെ കൊണ്ടുള്ള ഈ അഭിമാനം അത് ഒരു പൊള്ളയായിട്ടുള്ള ഒരു അല്ല. അപ്പോ ഒരു രാജ്യത്തിന് സ്വന്തമായ സംസ്കാരം വലിയ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ നേടിയതാണോ ഈ രാജ്യത്തെ ഇന്ന ജാതി ഇന്ന വംശത്തിലൊക്കെ ഉള്ള നിങ്ങളുടെ ചിന്ത ആണോ? അതൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ചു ആണോ ഈ എന്താ പറയുക പഴയ ജന്മത്തിലെ പാവങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ പാവ യൂണികളിലൊക്കെ വന്ന് എന്നപോലത്തെ ഈ ചില ഗീതാ തിയറികളൊക്കെ ഉണ്ട്. അതൊന്നും പറയുന്നത് സ്വന്തമായിട്ട് വല്ലതും ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ പിറന്ന മണ്ണിനോട് പരമപുച്ഛം ഏത് സമയത്തും വിദേശത്തോട്ട് കണ്ടില്ല അവിടുത്തെ മഹത്വത്തെ കുറിച്ച് പ്രഘോഷിച്ച് സുഹൃത്തെ, നമ്മളുടെ ഈ പരിസരങ്ങൾ അതിനോടുള്ള സ്നേഹമോ കടമയോ അതിനെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള രാജ്യസ്നേഹം അത് ഈ സർക്കാരുകൾ കുത്തിവെക്കുമ്പോൾ അവരുടെ എല്ലാ നയങ്ങളും നിലപാടുകളും ജനങ്ങളുടെ ക്ഷേമത്തിനായിരിക്കും എന്നുള്ളത് ഒരു അന്ധവിശ്വാസം പറഞ്ഞു. അതായത് ഈ രാജ്യസ്നേഹികളൊക്കെ അന്ധവിശ്വാസം അതിപ്പോ പൊടി ദേശീയതയും കൂടെ ഓരോ നയങ്ങളിലും അങ്ങോട്ട് ചാലിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ ചോദ്യം ചെയ്യലുകളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ ആൾദൈവങ്ങളുടെയൊക്കെ ഓരോ പരിപാടിക്ക് ഈ ഭക്തി എങ്ങനെയാണോ മറയാന്ന് അതുപോലെ ഒടുക്കം ഇത് ചെന്നെത്തുന്ന എങ്ങനെ ഇവിടുത്തെ ഭൂരിപക്ഷ വംശത്തിനോടുള്ള ഒരു സ്നേഹത്തിലേക്കും ന്യൂനപക്ഷം അല്ലെങ്കിൽ അന്യരാജ്യം അവരോടൊക്കെയുള്ള വിദ്വേഷത്തിലേക്കുമാണ് ഇത് ചെന്ന് എത്തുന്നത്. ശരിയല്ലേ? നിങ്ങൾ ഒടുക്കം ഈ മിലിറ്ററിസത്തിന്റെ ഒക്കെ വലിയ ആരാധകരായി മാറും. നമുക്ക് വേണ്ടത് ലോക പൗരൻ എന്നുള്ളൊരു ബോധം മാനവികതയായിരിക്കണം മനുഷ്യന്. ഞാനൊരു കാര്യം ചോദിച്ചു. ശരി, ഈ പണ്ട് വിദേശികൾ ആക്രമിച്ചു ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിലെ ഈ ജനങ്ങളെ ഒരുമിച്ച് രാജ്യസ്നേഹമല്ലാതെ മറ്റെന്താണ്? ഇപ്പൊ ലോകത്തെ എവിടെ തിരിഞ്ഞു നോക്കിയിരിക്കുകയാണ് അടിച്ചമർത്തലുകൾക്കെതിരെ അല്ലെങ്കിൽ കോളനിവൽക്കരണത്തിനെതിരെ ആ നാട്ടിലെ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വന്നത് ഈ രാജ്യസ്നേഹത്തിന് എന്താണ് പറയാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് അഞ്ഞരി കയറി വന്നു. നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ വീട്ടുകാരെ എല്ലാം കൂടെ കയറി അങ്ങ് പെരുമാറും. നിങ്ങൾ അവർക്കെതിരെ പ്രതികരിക്കുമല്ലോ. അതിന് ആ സമയത്ത് നിങ്ങളെ എല്ലാം കൂടെ ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ്? അപ്പൊ
അത് ആ വീടിനോടോ പറമ്പിനോടുള്ള സ്നേഹമൊന്നുമല്ല. നിങ്ങൾ മര്യാദയ്ക്ക് ചിന്തിച്ച് നോക്കണം. ഇവിടെ ഈ നാട്ടുരാജ്യങ്ങൾ മാത്രമായിരുന്ന സമയത്തും ഈ പറയുന്ന വിദേശ ആക്രമണങ്ങൾക്കെതിരെ നല്ലപോലെ ചെറുത്ത് നിന്നിട്ടുണ്ട്. മനസ്സിലായോ? ഈ എന്താ പറയുക, നമ്മുടെ ഈ നാട്ടു രാജ്യം തന്നെ എടുക്കാം. അഖില ഭാരതം ഉണ്ടാകുന്ന സമയത്ത് എന്റെ ഇതില് ലയിക്കാനായിട്ട് മടികാട്ടി. അപ്പൊ അതൊന്നും പറയുന്നത് ഈ എന്താ പറയുക, നമ്മുടെ ഈ കോളനിവൽക്കരണമോ അതിനെതിരെ വല്ലോ ചെറുത്ത് നിൽപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ രാജ്യസ്നേഹം വ്യാഖ്യാനിക്കരുത്. ഒരുപാട് വികാരങ്ങളുടെ പല തട്ടില് പല ഭാഷകൾ സംസാരിക്കുന്ന പല ജാതിയിലുള്ള പല വർഗത്തിലുള്ള ആളുകൾ അവരൊക്കെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് മോശം കാര്യമാണ്. ഒരു സംഗീതമായിട്ടുള്ള ഒരു സ്വത്വം. ഈ രാജ്യത്തിന്റെ സംസ്കാരം അതിന്റെ പൈതൃകം അത് പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഓരോ ഭാരതീയരും ബോധ്യപ്പെടുത്തുന്നത് അതൊരു കുറ്റമാണ്. തന്നെ പോലുള്ളവർക്ക് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിനെ കുറിച്ച് ഈ രാജ്യത്തെ കുറിച്ച് മതിപ്പില്ലെങ്കിൽ നമ്മുടെ രാജ്യവും ഈ സംസ്കാരവും ചിത്രമായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ വാലായിട്ട് നടക്കേണ്ട കാണേണ്ടി വരും. മനസ്സിലായില്ല? അപ്പൊ ഞാൻ പറയുന്നത് ഈ ദേശീയത എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിലും ഈ പല തട്ടിൽ, അതായത് പല സംസ്ഥാനങ്ങൾ തമ്മിൽ, പല ജാതികൾ തമ്മിൽ, പല മതങ്ങൾ തമ്മിൽ ഇവരൊക്കെ തമ്മിലുള്ള കലഹങ്ങൾ വർദ്ധിച്ചു വരും. എങ്ങനെ പ്രാദേശികമായിട്ടുള്ള സ്വത്വബോധങ്ങൾ ഉയർന്നു വന്നിട്ട്. മനസ്സിലായ? അപ്പോൾ ഈ ഭാരതത്തിലെ സകലമാന ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ശക്തി അതാണ് ഹിന്ദുത്വം. ഇതിനൊക്കെ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സനാതന ധർമ്മം. മനസ്സിലാവുന്നത് അതാണ് നിങ്ങൾ ഈ പറഞ്ഞ ദേശീയതയുണ്ടല്ലോ, ഹിന്ദുത്വ ദേശീയത. അത് കുത്തിവെക്കുന്നത് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ. എന്തുകൊണ്ട്? അവരുടെ താല്പര്യങ്ങളൊക്കെ എന്താ പറയുക, ഇവിടുത്തെ രാജ്യപുരോഗതിക്കും സംസ്കാര സംരക്ഷണത്തിനും വേണ്ടിയൊക്കെയാണെന്ന് എല്ലാവരും ധരിപ്പിക്കുക. അതാണ് അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. അതിന് നിങ്ങളൊക്കെയാണ് പ്രചാരകർ. ഒരല്പം സഹിഷ്ണുത. എന്ത് സഹിഷ്ണുത? ഇതിനൊക്കെ സഹിഷ്ണുത ഞാൻ പറഞ്ഞു വരുവാണെങ്കിൽ ഈ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ അന്തർദേശീയ തലത്തിൽ, ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഇവിടെ ഈ പ്രദേശങ്ങളിലെയൊക്കെ ഈ ദാരിദ്ര്യം അകറ്റുന്നതിനും അസമത്വം കുറച്ചു കൊണ്ടുവരുന്നതിനും പ്രധാനമായിട്ട് ഇവിടുത്തെ വിഭവശേഷി എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതും അതിനെയൊക്കെ മുൻനിർത്തിയുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ ജനങ്ങളെ ഒരുമിപ്പിക്കുന്നത് അത്തരം അറിവുകളുടെ വെളിച്ചത്തിലാണ്. മനസ്സിലാക്കണം? അതാണ് ദേശീയത. അല്ലാതെ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പോലെ നമ്മളുടെ സംസ്കാരം അത് നമ്മൾ മറ്റുള്ളവരെക്കാളും ഭയങ്കര കേമന്മാരാണ് എന്നൊക്കെ വീമ്പിളക്കിയിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം കൂടെ എന്താ പറയുക, ന്യൂനപക്ഷങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് അന്യരാജ്യക്കാരോടൊക്കെ വിദ്വേഷം വെച്ച് വളർത്തിയിട്ടോ അങ്ങനൊന്നുമല്ല. ഈ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലമാന ജാതി വംശ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നതായി. അല്ലാതെ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ പ്രധാന മതം അത് ന്യൂനപക്ഷങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല. അപ്പോ ഒരു രാജ്യത്തിന് സ്വന്തമായിട്ട് സംസ്കാരം നിങ്ങൾ കേക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേദ്കർ മുഖ്യ ശില്പിയായിട്ടുള്ള നമ്മളുടെ ഭരണഘടന അത് മതേതരത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യമാണ് മുന്നോട്ട് ആണല്ലോ. അതിൽ നിന്ന് നിങ്ങൾക്ക് മതേതരത്വം ഒക്കെ എടുത്തു മാറ്റണം. കുറച്ച് കാലമായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്നാ, നിങ്ങളുടെ ഗുരുജി പണ്ട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ അതിൻ്റെ അകത്ത് ഹിന്ദു ധർമ്മം ധർമ്മരാജ്യമൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. നിങ്ങൾ മുമ്പേ പറഞ്ഞല്ലോ ഈ അനേക സ്വത്വങ്ങളെല്ലാം കൂടെ നിങ്ങൾ ഒരുമിപ്പിച്ച് കൊണ്ടുവരണം ഞാൻ കാണുന്നു. കാരണം ഈ കുറെ കാലമായിട്ട് ഇവരുടെ ഇടയിൽ അടിച്ചമർത്തലും മേൽക്കോയ്മയും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഇത്രയും കാലമായിട്ട് ഈ ദേശസ്നേഹം ഇടയ്ക്കിടയ്ക്ക് കുത്തിവെച്ചപ്പോ ഏതൊക്കെ സ്വത്വബോധങ്ങൾ തമ്മിലുള്ള കലഹങ്ങളാണ് നിങ്ങൾ കുറച്ചെന്ന് പറയാം. ശരി, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇതൊക്കെ കുത്തി കയറ്റിയിട്ട് ഇതെല്ലാം കൂടിയോ കുറഞ്ഞോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉത്തരേന്ത്യ നടന്ന കാര്യങ്ങളാണ്. അതായത് ഈ മറ്റേ ഗുജാറുകളും രൺവീർ സേനും എല്ലാം കൂടെ ദളിതന്മാരെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ദേശസ്നേഹം വിളമ്പിയോ ഒരു ഇല്ല. നിങ്ങൾ കൃത്യമായിട്ട് ഒരു പക്ഷത്ത് നിലയുറപ്പിച്ചു. അത് ഏത് പക്ഷമാണെന്ന് നിങ്ങൾക്കും അറിയാം. മനസ്സിലായി? പണ്ടത്തെ പോലെ നാട്ടുരാജ്യങ്ങളാവും ഈ എന്താ പറയുക, ഈ ശിലായുഗത്തിലേക്കൊക്കെ മടങ്ങിനേക്കാളും എന്തുകൊണ്ടും ഭേദമായിരിക്കും അത്. മനസ്സിലായി? നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, ഒരു ശർമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ സംസ്കാരം, നമ്മളുടെ ഈ രാജ്യത്തിന്റെ സംസ്കാരം നമുക്ക് തിരിച്ചു പിടിക്കണം. കാരണം എന്താ, അത് പാശ്ചാത്യ സംസ്കാരം കൊണ്ട് മൊത്തം കളങ്കപ്പെട്ടു കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ ഒന്ന് ശുദ്ധീകരിക്കണം.
പുള്ളി പറഞ്ഞാൽ എന്താ ഒരു തെറ്റുമില്ലല്ലേ? കാരണം എന്താ, നിങ്ങൾക്ക് ഈ പാശ്ചാത്യന്റെ നിക്ഷേപം വേണം, പൈസ വേണം, പക്ഷെ സംസ്കാരം വേണ്ട. അത് നമ്മളുടെ കയ്യിൽ കൊട്ടക്കണക്കിനുണ്ട്. നിങ്ങൾ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, അതോ കണ്ടിട്ട് അറിയാത്ത പോലെ നിൽക്കുകയാണ്. ഇവിടെ ഈ എന്താ പറയുക, നമ്മുടെ അന്തർദേശീയ തലത്തിൽ തന്നെ നല്ല പേരുള്ള ഒരു സ്ഥാപനമാണ് പൂനെയിലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ കെട്ടിയിറക്കിയല്ലോ ഒരു ചെയർമാനെയും കുറെ കൗൺസിലിംഗ് അംഗങ്ങളെ. സിനിമാ ഫീൽഡിലുള്ള അവരുടെ യോഗ്യത എന്താണ്? ചെയർമാന്റെ മുഖ്യ കൗൺസിലംഗത്തിന്റെ യോഗ്യത എന്താ? മുഖ്യ കൗൺസിലംഗത്തിന്റെ യോഗ്യത എന്താ? പ്രധാനമന്ത്രിയെ കുറിച്ച് ഷോർട്ട് ഫിലിം ചെയ്തു. ഇതൊക്കെയാണ് അവരുടെ യോഗ്യത. എന്നിട്ട് വിദ്യാർത്ഥികളുടെ സമരത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് ഇറങ്ങിയ ഉടനെ പറഞ്ഞൊരു കാര്യം, ഈ വിദ്യാർത്ഥികളെ കൊണ്ടൊക്കെ ഈ ദേശസ്നേഹത്തിൽ ചാലിച്ച സിനിമകൾ എടുപ്പിക്കും. അതെ, ആര് സമരത്തിൽ? ഈ മോഡി വിരുദ്ധരും കുറച്ച് ഈ എന്താ പറയുക ഇടത് ഭ്രാന്തന്മാരും കൂടി കുറച്ച് കോലാഹലം ഉണ്ടാക്കിയാണ്. എടോ, ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറി പഠിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും സമരത്തിലായിരുന്നു. പിന്നെ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നൊന്നും അല്ലായിരുന്നു, മനസ്സിലായിരുന്നു. ന്യായമായ ആവശ്യങ്ങളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു തന്നെ അതിന് പറഞ്ഞു. അതെ, പിന്നെ ഉണ്ട്, അതായത് ഈ നാന്ദ സർവകലാശാലയുടെ തലപ്പത്ത് നിന്ന് നിങ്ങൾ അമർത്യ സെന്നിനെ മാറ്റി പുകച്ച് പുറത്തിയാടിക്കുമായിരുന്നു അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഉണ്ട് രസകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ അംബേദ്കറിന്റെ ഭരണഘടനാ ശില്പി അംബേദ്കറിന്റെ പുസ്തകം നിങ്ങൾ ഗുജറാത്തിലെ സ്കൂളുകളിലെ സിലബസിൽ നിന്ന് പിൻവലിച്ചു. എന്നിട്ട് ഇലക്ഷന്റെ സമയമാകുമ്പോൾ അംബേദ്കറിനെ ദൈവത്തെ പോലെ കാണുന്ന ജനവിഭാഗങ്ങളെ കൈവെക്കാനായിട്ട് നിങ്ങൾ പ്രതിമയൊക്കെ പണി അംബേദ്കറിന്റെ. നല്ല രസമാണ്. നിങ്ങളുടെ വിദ്യാഭാരതി തരം പരിഷ്കാരങ്ങളുണ്ടായിരുന്നു ഈ ഗുജറാത്തിലെ സ്കൂളുകളിൽ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചില പുതിയ ചികിത്സാ രീതിയൊക്കെ ഉണ്ട്, ഈ സ്റ്റെം സെൽ തെറാപ്പി എന്നൊക്കെ. അത് ഉള്ളി എന്താ പറയുക, സിലബസിൽ കയറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് തൊട്ടേ ഉണ്ട്. നമ്മുടെ ഗൗരവമാർന്ന ജന്മം തന്നെ അതിലൂടെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ പിള്ളേരിരുന്ന് പഠിക്കുകയാണ് ഈ വേദകാലം തൊട്ട് ഓടി നടന്നത്. നമ്മുടെ സംസ്കാരം നമ്മുടെ പിള്ളേര് പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് അത് സഹിക്കാൻ പാടാ. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഭാരതീയമായിട്ടുള്ള അറിവ് ഇവിടെ നിന്ന് ഉത്ഭവിച്ച അറിവുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുണ്ടെങ്കിൽ അത് സകല ദേശങ്ങളിലേക്കും സ്വീകരിക്കപ്പെടും. മനസ്സിലായി? അങ്ങനെ വിചാരിക്കണം. അപ്പം അങ്ങനെ അല്ലാതെ ഈ എന്താ പറയുക, ഈ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങളുമായിട്ട് ചില വിടിയിലുമായിട്ട് വരുന്ന എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? വീട്ടിലാണ് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. സുഹൃത്തെ, ഇത് വിടിയിലാന്ന് മനസ്സിലാക്കുന്നതിന് ഈ ശാസ്ത്രജ്ഞരാണോന്നൊന്നുമില്ല. ഒരല്പം യുക്തിചിന്തയും അല്പം ശാസ്ത്രാഭിരുചിയും ഒക്കെ ഉണ്ടായാൽ മതി. മനസ്സിലായോ? നിങ്ങൾ സിലബസിലേക്ക് മറ്റേ ആസാറാം ബാപ്പുവിനെ കയറ്റി വിടുന്നുണ്ടല്ലോ വെള്ള പൂശാനായിട്ട്. എന്തിനു വേണ്ടിയാ? പുതിയ തലമുറയുടെ ധാർമ്മികത നിങ്ങളുടെ കയ്യിൽ. നമുക്ക് ഈ ഔറംഗസേബിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ധാർമ്മികത ഉദ്ധരിക്കാം. മറ്റൊന്നാമത് ധർമ്മം കുഴപ്പമാണ്. നമുക്കെന്നാലേ നിങ്ങൾ ചെയ്യുന്ന വേറൊരു പരിപാടി ഉണ്ടല്ലോ, എന്തോ ഈ ബാലകൂലന്മാരുടെ ഇടയിലേക്ക് മറ്റേ ഭഗവത്ഗീത ഞാനപ്പാനെ കയറ്റി വിടുന്നുണ്ട്. അവര് പഠിക്കട്ടെ. ഈ ചണ്ടാളൻ പറക്കുന്നതിന്റെ രഹസ്യവാദമൊക്കെ അവര് പഠിക്കട്ടെ. അവർ ഉയരങ്ങളിൽ കുറ്റം മാത്രം കുറ്റമാണെന്ന് തോന്നിയ കാരണം എന്താ? അത് കുറ്റമായതുകൊണ്ടാണ്. മനസ്സിലായോ? നമ്മളുടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്ന ഒരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ആഗ്രഹങ്ങൾ, അതായത് പുള്ളിക്ക് ഈ ഗീതയും രാമായണവും ഒക്കെ പാഠ്യവിഷയമാണ്. കാരണം എന്താ? പുള്ളിക്ക് അത് കർമ്മഗ്രന്ഥമാണ്. പുള്ളിക്ക് കർമ്മഗ്രന്ഥമാണെങ്കിൽ മറ്റേ അത് കൊലകർമ്മ ഗ്രന്ഥമായിരിക്കും. മനസ്സിലായോ? ആലോചിക്കണം. ഈ ഗവേഷണ കേന്ദ്രത്തിന്, ചരിത്ര ഗവേഷണ കേന്ദ്രത്തിന് ഇപ്പോഴത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെയൊക്കെ ചരിത്രം ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യവും അതിന്റെ സവിശേഷതകളും ചരിത്ര ഗവേഷണ വിഷയമാക്കുന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് നിങ്ങളുടെ നെഞ്ചു പൊട്ടി ചോര വരുന്നുണ്ടെങ്കിൽ അത് നല്ല. ഇവിടെ നെഞ്ചു പൊട്ടി ചോര വരുന്നത് എന്റെ, മനസ്സിലായോ? ഈ രാജ്യത്തിന്റെ. മനസ്സിലാക്കോ? ചുളുവിൽ എന്നിട്ട് നിങ്ങൾക്ക് ഈ ഗ്രാമത്തെ അങ്ങോട്ട് വ്യാപിപ്പിക്കാൻ പണ്ട് രസമാണ്. നിങ്ങൾ കേൾക്കണം, പലജാതി ദൈവം, അതായത് മഴ ദൈവം, പുഴ ദൈവം, മല ദൈവം, അങ്ങനെ കാണുന്നതെല്ലാം ദൈവമായിട്ട് നടന്ന ആര്യന്മാരെന്നൊക്കെ പറയപ്പെടുന്ന ടീമുകൾ. ആ ടീമുകൾ കുറെ സ്തോത്ര ഗീതങ്ങളൊക്കെ, അതായത് അവരുടെ എന്താ ഈ മതാചാരം, പിന്നെ തൊഴിൽ നിയമങ്ങൾ, പിന്നെ അത് മാത്രമല്ല അവരുടെ അപ്പോഴത്തെ ആ ഒരു യുക്തി വെച്ചിട്ട് അവർ ഈ
പ്രപഞ്ചത്തെ ഈ പ്രകൃതിയെ വരെ നിർവഹിച്ചു കളഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഈ വേദം എന്ന് പറഞ്ഞത് പുറത്തിറക്കിയിട്ടുണ്ട്. എന്റെ ഈ മുതുമുത്തച്ചിരുന്നിട്ട് ഈ താളിയോല ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ നിങ്ങളെ ഈ പഴയ രാജാക്കന്മാരെയും വീരന്മാരെയും ഒക്കെ പ്രകീർത്തിച്ചെഴുതിയ ഗാനങ്ങള് ഇതിഹാസങ്ങളാന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ അവസ്ഥയാണ്. സുഹൃത്തെ, ഭാരതത്തിന്റെ ഈ സംസ്കാരം എന്ന് പറയുന്നത് ആത്മീയ വിദ്യയിലൂന്നിയതാണ്. ആധ്യാത്മിക വിദ്യയാണ് ഇവിടുത്തെ എല്ലാ വിജ്ഞാന ശാഖകളുടെയും പ്രഭോഗം. ഈ എന്താ പറയാ, ഈ കൃഷിമാരുടെ അഗ്നിഹോത്രം, അതും കുഴപ്പം. അഗ്നിഹോത്രം, 3 വേദങ്ങൾ, സന്യാസം, ഭസ്മം പൂശൽ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബുദ്ധിയും പൗരുഷം കെട്ടോടൊക്കെ വയറ്റപ്പഴപ്പിന് വേണ്ടി മാത്രം പടച്ചുണ്ടാക്കിയ സംഗതിയാന്ന് പറഞ്ഞ ഒരു കൂട്ടരികളുണ്ട്. ചാർവാകന്മാരൊന്നും മനസ്സിലായി? ചാർവാകന്മാർ അറിയാം, പറഞ്ഞാ അന്നും നമ്മൾ ഈ സഹിഷ്ണുതയ്ക്ക് ഭയങ്കര പേര് കേട്ടിരുന്നവരാണ്. മനസ്സിലായി? അത് കാരണം അവരുടെ തത്വസംഹിത ഒന്നും നമ്മൾ പിൽക്കാലത്തൊക്കെ ശേഖരിച്ചിട്ടില്ല. ഇവിടെ തന്നെ രൂപം കൊണ്ട ചിന്താധാരകൾ അത് പിന്തുടരാൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഭാരതം, ഇന്ത്യ അത് തലയൊടിച്ച് പിടിച്ചു നിൽക്കുന്നു. ഈ ആർഷ ഭാരത സംസ്കാരത്തിന്റെ മികവ് നമ്മൾ തലയോർത്ത് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് മര്യാദ പെരുമാറുന്നുണ്ടോ? മനസ്സിലായി? ഈ വേദങ്ങളുടെ പ്രമാണിത്വത്തെ നിരാകരിക്കുന്ന, അപ്പാടെ തിരസ്കരിക്കുന്ന അനവധി എന്താ പറയുക ഈ ഫിലോസഫിക്കലായിട്ടുള്ള ശാഖകൾ ഇവിടെ തന്നെ മനസ്സിലായി. അതുകൂടാതെ നാസ്തിക ധാരയോ മനസ്സിലായിക്കോ. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് സിലബസിൽ കേട്ടണ്ടേ? ബ്രഹ്മം സത്യം ജഗത്ത് മിഥ്യ എന്ന് ചിന്തിക്കുന്നവരെ പോലെ തന്നെ അതിന് നേരെ വിപരീതമായിട്ട് ചിന്തിക്കുന്നവരാണ് ഇന്ത്യയിൽ സനാതന ധർമ്മവും ശരീരവും ആത്മാവും എന്ന പോലെ അന്യോന്യ ബദ്ധമാണ്. എടോ, ബ്രഹ്മത്തിനെയും ആത്മാവിനെയും കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ, ഈശ്വര സാക്ഷാത്കാരം എന്ന എന്താ പറയാ ജീവിത ലക്ഷ്യം, കർമ്മ നിയമങ്ങൾ, ഇതൊക്കെ കാലാകാലങ്ങളിൽ ഇതിന്റെ ശക്തിയൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? പകരം പഠിപ്പിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അപ്പൊ ശരിക്കും പറഞ്ഞ പുതിയ തലമുറ പരിണാമ സിദ്ധാന്തം ഒന്നും പഠിക്കാതെ നമ്മൾ ഈ പുനർജന്മങ്ങളിലൂടെയുള്ള കർമ്മചക്രങ്ങൾ പഠിക്കണം. മനുഷ്യൻ ഇന്നോളം പരിണമിച്ച അവന്റെ ധാർമ്മികത, മനുഷ്യൻ അങ്ങനെ പരിണമിച്ച അവന്റെ ധാർമ്മികത എന്തെന്ന് മനസ്സിലാകാതെ മതധർമ്മത്തെ ഉപാസിച്ച് ജീവിക്കണം. ഈ മനുഷ്യ പരിണാമം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ശാസ്ത്രജ്ഞന്മാരും ഈ സായിപ്പന്മാരും പറഞ്ഞ പോലെ അത് ഈ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ യാദൃച്ഛികമായി സംഭവിച്ചൊന്നല്ല. കുണ്ടലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് ഈ എന്താ പറയാ, ഈ കുണ്ടലിനി ഉണരുമ്പോൾ എന്താ പറയുക ശരീരത്തിൽ ജൈവപരമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെയാണ് ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. എനിക്കൊന്നും അറിയാൻ പറ്റേ എന്താ ആസൂത്രിത മാർഗത്തിലൂടെയാണ് യാദൃശ്യമായി സംഭവിച്ചൊന്നല്ല. നിങ്ങളെന്താ പറഞ്ഞിരുന്നത്? ഈ കുണ്ടലിനെ കുറിച്ച് എന്ത് പഠനം നടന്ന ഇവിടൊക്കെ മനുഷ്യനെന്താ ആസൂത്രിതമായിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് അങ്ങ് പരിണമിച്ചോണ്ട്? തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, അതായത് ശരീരത്തിൽ ചില ജൈവപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ അതാണ്. അതായത് ഒരു മനഃശാസ്ത്രജ്ഞൻ, പ്രശസ്തനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ VS രാമേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ തലച്ചോറിലെ ചില കുഴപ്പങ്ങൾ അതായത് നമ്മൾ പോലും ചിലപ്പോൾ അറിയത്തില്ല, ചില ചെറിയ ചുഴലികൾ അതുമൂലവും ഈ പറയുന്ന ഉയർന്ന ബോധോദയം വന്നെന്നും അതീന്ദ്രിയ അനുഭൂതി ഉണ്ടായെന്നും ഒക്കെയുള്ള തരം തോന്നലുകളും ഉണ്ടാകും. ഋഷിമാർക്കും ഗുരുക്കന്മാർക്കും തലയ്ക്ക് ചുഴലിയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ കുണ്ടലിനി ഇളകിയ സെൻസസ് ഇത് പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ദിവ്യശക്തി, മനുഷ്യൻ എത്തിച്ചേരേണ്ട ഈ ലക്ഷ്യത്തെക്കുറിച്ച് നിർവചിച്ചിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മുടെ ആചാര്യന്മാരെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗീതയും മറ്റ് ഗ്രന്ഥങ്ങളും ഒക്കെ ഈ മനുഷ്യന്റെ അവന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കൊടുക്കുന്നതല്ലേ, അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ? നിങ്ങൾ ഈ പറയുന്ന ദിവ്യശക്തിയാണ് അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരും ബ്രഹ്മം എന്നാണ് പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നത്. ഈ അദ്വൈത വേദാന്തികളൊക്കെ ഈ കോസ്മോളജിക്കൽ സിംഗുലാരിറ്റി എന്നൊക്കെ പറയുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ ഈ സാധനം പൊടുന്നനെ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കാണുന്ന സകലതിന്റെയും അധിപനായിട്ട് സ്വയം അങ്ങ് അവരോധിച്ചു. നിങ്ങൾ പറയുന്ന രീതിയിൽ ഇവിടെ പരിണമിപ്പിക്കാനുള്ള ആ സൂപ്പർ ഇന്റലിജൻസ് അതിനെവിടുന്ന് കിട്ടി? അതെല്ലാം പോട്ടെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിന്റെ അതിനെ പ്രതിനിധീകരിച്ചാണ് നിങ്ങളുടെ ദേശീയത വികസിച്ചുകൊണ്ടിരിക്കുന്നത്. സായിപ്പ്മാർ ഈ കഥ എഴുതുന്ന പോലെ കഥയാണ് പരിണാമ സിദ്ധാന്തം എഴുതി വെച്ചിട്ടുള്ളൂ. അതുപോലെ ഒന്നല്ല, അതുപോലെ നിർവചിക്കാൻ പറ്റിയ ഒന്നല്ല.
ഒന്നല്ല ഭാരതീയ ശാസ്ത്രം. മനസ്സിലായോ? അതുപോലെ നിർവചിക്കാൻ പറ്റിയ ഒന്നല്ല ഈ ഭാരതീയ ശാസ്ത്രം എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ബോധത്തിന്റെ പരിണാമമാണ്. മനസ്സിലായത്? അറിവും അറിയപ്പെടുന്നതും, അതായത് പുരുഷനും പ്രകൃതിയും ഒക്കെ കൂടി ചേർന്ന ഭാവത്തിൽ തന്മാത്രകൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് കുറെ കൂടി വ്യക്തമായ ബോധത്തിലേക്ക് ഈ ലോകം സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? ഏതാണ്ടൊക്കെ വായിച്ചിട്ട് ഇത്രയും സങ്കീർണമായിട്ടുള്ള പ്രപഞ്ചത്തെ എങ്ങനെ നിർവചിക്കുക? എത്ര എളുപ്പമാണ് നിർവചിക്കാനാണ്. എന്നിട്ട് സർവജ്ഞപീഠം കയറി എന്റെ പൊന്നു സുഹൃത്ത് ഒരപേക്ഷ. നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഒരു ശ്രേയസിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ആ ഒരു വിചാരം ഉണ്ടെങ്കിൽ ഈ ഭയങ്കരമായിട്ട് കുഴപ്പവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഈ വികലമായിട്ടുള്ള ഈ എന്താണ് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഈ പ്രപഞ്ച വീക്ഷണം ദൈവീയത അവരിലേക്ക് കുത്തിക്കയറ്റുന്നത്. പകരം പ്രകൃതി അറിയാൻ മനുഷ്യൻ ഇന്നോളം പരിണമിച്ച അവന്റെ യുക്തി കൊണ്ട് രൂപപ്പെടുത്തിയ ആധുനിക ശാസ്ത്രം പ്രചരിപ്പിക്കും. മനസ്സിലായോ? നിങ്ങളുടെ അപേക്ഷയൊക്കെ കൊള്ളാം. മെറ്റവന്മാരുടെ മതം, മെറ്റവന്മാരുടെ ശാസ്ത്രം, അത് മാത്രം മതി. നിങ്ങളെ പോലെ ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ സഹോദര. അവന്മാരെ ഞങ്ങളെ അവന്മാരെ എന്തോ നേരെ പുറയിലോട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ, ഈ വാലുമെല്ലാം മുളച്ചു വരുന്നുണ്ടോ. നിങ്ങൾക്ക് മറ്റവന്മാരുടെ മതത്തെ കുറിച്ച് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഈ പല സംസ്ഥാനങ്ങളിലും ഈ മതം മാറ്റ നിരോധന നിയമമൊക്കെ കൊണ്ടുവരുന്നത് എന്തോ അത് എന്തിനാ? നമ്മളെ മറ്റേ ഈ സൗദിന്നോ പേടിയാണ് ശരിക്കും. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവന്മാരെല്ലാം വന്ന് നമ്മളെ അങ്ങ് മതം മാറ്റിച്ച് കളയുന്നൊക്കെ ഓർത്ത് രാത്രി ഉറക്കമൊക്കെ കിട്ടാറുണ്ടോ? ജോസഫ് സാറിന്റെ നാക്ക് വെട്ടിയപ്പോ നാക്ക് മറ്റല്ല, സോറി, കൈ വെട്ടിയ അദ്ദേഹത്തിന്റെ നാക്കേ മറ്റേ മുത്തൂറ്റി പറഞ്ഞു. ഓ, ഭീകരന്മാരെ കുറിച്ചാ പറയുന്നതല്ലേ? മറ്റേ ഭീകരന്മാരെ കുറിച്ച്. അത് മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട് ഭീകരന്മാര്. അതായത് ഈ മെക്ക മസ്ജിദിലും മാലേഗാവും അജ്മീറും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭീകരന്മാർ തന്നെയായിരുന്നു. പിന്നെ നിങ്ങളുടെ ഈ മഹത്തായ സംസ്കാരത്തിൽ നിന്ന് ഉത്ഭവിച്ച ചില വിശ്വാസങ്ങൾ, അത് അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറഞ്ഞു നടന്ന കുറച്ച് സാമൂഹിക പ്രവർത്തകരുണ്ടായിരുന്നു. ഈ പൻസാരും അറിയാമല്ലോ. അവരൊക്കെ ഇല്ലാതാക്കി ഭീകരന്മാര്. ഹിന്ദു ദൈവങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നാവരിഞ്ഞ് കളയാം അല്ലെ? എം എം ബഷീറിന് രാമായണത്തെ കുറിച്ച് എഴുതാൻ പറ്റുകയില്ല. പെരുമാൾ മുരുകൻ എഴുതുന്നു. ഈ തസ്ലീമിയും മറ്റേ സൽമാൻ ചിരിക്കുന്നുണ്ടോ? അതെ, അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് നിങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എം എഫ് ഹുസൈനെയും സനൽ ഇടമറങ്ങിനെയും എല്ലാം കൂടെ അങ്ങ് ഓടിക്കും. ബാക്കിയെല്ലാം അങ്ങ് ഏറ്റെടുത്തല്ലോ അല്ലെ? ആരായാലും ശരി, അതിപ്പം എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ പറയുന്ന ടീമുകൾ. മനസ്സിലായി? അതിർത്തിയിൽ വെടി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഗുലാമലിയുടെ പാട്ടിന് നിയന്ത്രണം അല്ലെ? നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പലരും ചെയ്യുന്നുണ്ടാകും. അത് അവർക്ക് ഈ രാജ്യത്ത് ചെയ്യാനായിട്ട് അവർക്ക് നിയമം അനുസരിച്ച് അവർക്ക് അത് ചെയ്യാൻ അവകാശം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മാനിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ കൽപ്പിച്ചു കൂട്ടിയ ധർമ്മത്തിന് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവർക്കെതിരെ വാളോങ്ങാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അവന്മാരെ പാകിസ്ഥാനിലോട്ടൊക്കെ കെട്ടുകെട്ടിക്കാനോ ഒക്കെ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല. നിങ്ങൾക്ക് വേണേൽ അവരെ വിമർശിക്കാം, അതിനെതിരെ പ്രതികരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക്. മനസ്സിലായോ? ഇപ്പം ചിലർക്ക് ഗീത മഹത്ഗ്രന്ഥമാണ്, ചിലർ അതിന് ദേശീയ ഗ്രന്ഥമാക്കണമെന്ന് പറയുന്നു. പക്ഷെ അതുപോലെ തന്നെ അത് വിഷമാണ് എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. നിങ്ങൾ അത് മഹത്ഗ്രന്ഥമാണെന്ന് പറയുമ്പോൾ മറ്റേ കൂട്ടർ അത് സഹിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് മറ്റേ കൂട്ടർ അതിനെതിരെ പറയുമ്പോൾ നിങ്ങൾ ആ എന്താ പറയുക അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള അഭിപ്രായങ്ങളും ആവിഷ്കാരങ്ങളും എല്ലാത്തിനും ഈ നാട്ടിൽ സ്വാതന്ത്ര്യം. മനസ്സിലാക്കണം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഇദ്ദേഹം ഇരുന്ന് പറഞ്ഞ ഈ ഗണേശോത്സവം ഉണ്ടല്ലോ, അതിനെതിരെ പറയാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. നാരായണ ഗുരുവിനെ പറ്റി രംഗാവിഷ്കാരം നടത്തി കഴിഞ്ഞാൽ അതിപ്പോ ഏത് ഗോമാതാവിനെ നിങ്ങളെ എന്താ പറയുന്നത്, ഇവിടെ ഈ കവിഭാവനയും ശാസ്ത്രവും തമ്മില് തിരിച്ചറിയാൻ മേലാത്തൊരു പ്രധാനമന്ത്രി എന്തോ കർണന്റെ ജനനം, ഇവിടുത്തെ ജനിതകശാസ്ത്രത്തിന്റെ പുരോഗതി, പിന്നെ ഗണപതിയുടെ തല ട്രാൻസ്പ്ലാന്റ് ചെയ്തത്, അന്നത്തെ പ്ലാസ്റ്റിക് സർജൻസ്, എന്റെ പോലും എന്തൊക്കെ കേൾക്കണം. രസമാണ് കേട്ടോ, ഒരു കണക്കിന് രസമാണ്. പിന്നെ ഈ എന്താ പറയുക
അഹിന്ദുക്കളെ എല്ലാം കൂടെ കൊന്നു തള്ളിയപ്പോ ഈ മഹാറാണ പ്രതാപനെ പോലെ തോന്നിച്ചു എന്ന് പറയുന്ന കേട്ടോ അല്ല പറഞ്ഞോ ഈ അല്ല പറഞ്ഞോ 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 മഹാറാണ പ്രതാപനെ പോലെ തോന്നിച്ചു എന്ന് പറയുന്ന ആളെ അറിയോ? പുള്ളി നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒത്താശ ചെയ്ത് കൊടുത്ത ആരാന്നൊക്കെ. കണ്ടായിരുന്നു? ഇല്ല, കണ്ടില്ല. പോട്ടെ, നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്നൊരു സ്വാമി, നിങ്ങളുടെ സംഘത്തിൽ നിന്ന് വന്നൊരു സ്വാമി അസീമാനന്ദ് ജയിലിലായിരുന്നു, ബോംബാഭിഷേകമൊക്കെ നടത്തി. പുള്ളി പറഞ്ഞായിരുന്നു ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയായിരുന്നു നിങ്ങളുടെ മൂത്താശ്ശേരിയെ കുറിച്ച്. വല്ല വായിച്ചാൽ ഓഹോ ഇല്ല, നിങ്ങൾ ഈ രാജ്യ വ്യാപകമായിട്ട് അതെല്ലാം അങ്ങ് കത്തിച്ച് കളഞ്ഞായിരുന്നല്ലോ അല്ലേ? നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കുന്നത് ഒരു ധർമ്മയുദ്ധമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അസൂയുണ്ട് നിങ്ങൾ. കാരണം നിങ്ങൾ ധർമ്മം സംരക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഗുരുജി പറഞ്ഞ പോലെ, അതായത് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഈ 3 വംശങ്ങളെങ്ങാണ്ടുണ്ടോ, 3 കൂട്ടരെങ്ങാണ്ട് അവരെ അങ്ങ് ഇല്ലാതാക്കണം അല്ലേ? പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സാധാ അണികളും പാവപ്പെട്ട അണികൾ, ആ അണികൾ എന്താ പറയുക, ഈ പരസ്പരം അറിയാവുന്നവരാണല്ലോ ഈ കൊന്നുകളാനായിട്ട്. അവരങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോഴേ അവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ധൈര്യം പകരാനായിട്ട് ഓതി കൊടുക്കണമല്ലോ. അതിന് ഫസ്റ്റ് ഗീത നിങ്ങൾ ഇങ്ങനെ പറയാം. അതായത് നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ അവരുടെ ആത്മാവിനെ ഒന്നും നിങ്ങൾ കൊല്ലുന്നില്ല, അങ്ങനെ നശിക്കുന്നതല്ല ആത്മാവ്. അതുകൊണ്ട് അവരുടെ ജീവനെ പറ്റി ഇങ്ങനെ ബേജാറാവാതെ നമ്മുടെ വംശത്തിന്റെ അനിവാര്യമായ കർത്തവ്യമൊക്കെ നിർവഹിക്കണം. അവരെ നമുക്ക് ഒന്ന് തരണേ. എന്ത് രസം! നേരം പോട് നശിപ്പിക്കാതെ